ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ അടുക്കും ചിട്ടയും വെടുപ്പും വൃത്തിയുമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്ന, അത് പ്രയോഗവൽക്കരിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്. അവർ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ സങ്കടമുണ്ടാവുകയില്ല. വരും കാലത്തെക്കുറിച്ചുള്ള ഭീതി അവർക്കുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാലത്ത്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ വ്യാപനം സാർവത്രികമായിരിക്കുകയാണ്. അത് മുഖേന സകല തിന്മകളും അധർമ്മങ്ങളും നാട്ടിൽ അഴിഞ്ഞാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര നേരാണ്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. എല്ലാ തിന്മകളെയും അധർമ്മങ്ങളെയും പെറ്റുകൂട്ടുന്ന തള്ളയാണ് ലഹരി എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിക്കുമ്പോൾ കൊള്ളയുണ്ടാകുന്നു, കൊലയുണ്ടാകുന്നു, ലൈംഗിക അരാജകത്വം ഉണ്ടാകുന്നു. അനിയന്ത്രിതമാം വിധം സമൂഹത്തിൽ ഇതൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ഭീതിയോടുകൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ്. നിങ്ങൾ അതിനോട് അടുക്കരുത്, നിങ്ങളത് ഉപയോഗിക്കരുത്, അതിന് ഒരിക്കലും അടുത്തു പോകരുത് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ യുവാക്കളുടെ ഭാവി തകരുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ അവരെ പിന്തിരിപ്പിക്കണം. നമ്മുടെ നാടിനെ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ മഹല്ലുകളിൽ അതിന് കൃത്യമായ പരിപാടികളും സംവിധാനങ്ങളും ഉണ്ടാകണം. അതേപോലെ തന്നെ അതിനുവേണ്ടി ഒന്നിച്ച് പ്രതിജ്ഞ എടുക്കുകയും ഇതിനു വേണ്ടിയാണ് നമ്മൾ ഒന്നിച്ച് മനുഷ്യമതിൽ തീർക്കേണ്ടത്. ഇത് വലിയ ഒരു വിപത്തായി നമ്മൾ കരുതേണ്ടതുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരിൽ ഒരുപാട് നന്മകളുണ്ട്. അവരുടെ കർമ്മശേഷിയും ക്രിയാപരതയും കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. അവർ നല്ല മക്കളാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ അവർ വീണുപോകുമ്പോൾ അത് ഈ രാജ്യത്തിന് നഷ്ടമാണ്, നമുക്ക് നഷ്ടമാണ്, മനുഷ്യകുലത്തിന് നഷ്ടമാണ്. അത്ര വലിയൊരു വിപത്താണ് ഈ പടർന്ന് പന്തലിക്കുന്നത്. കൊണ്ട് സ്നേഹമസൃണമായ ശൈലിയിൽ നല്ല സഹവർത്തിത്വത്തോടുകൂടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വിപത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നാണ് സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ലഹരിയുടെ ഉപയോഗത്തിലൂടെ നമ്മുടെ മക്കൾക്ക് നഷ്ടമാകുന്നത് അവരുടെ വ്യക്തിത്വമാണ്, അവരുടെ അസ്തിത്വമാണ്, അവരുടെ ധാർമ്മിക മൂല്യങ്ങളാണ്. അവർ ജീവന് തുല്യം ജീവിതത്തിന്റെ ചേരുവയായി ചേർത്ത് വെക്കേണ്ട ഉന്നതമായ സംസ്കാരമാണ് തകർന്നു പോകുന്നത്. അവരുടെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത്. ഒരു കവിവചനമുണ്ട്, ഇദാ ഉസീബൽ ഖൗമു ഫീ അഖ്ലാഖിഹിം ഫഖിം അലൈഹിം മഅ്തമൻ വഅബീല. ഒരു സമൂഹത്തിന്റെ ധാർമ്മിക ബോധത്തിന് ആപത്ത് സംഭവിച്ചാൽ പിന്നെ അതിന്റെ ശവസംസ്കാരത്തിന് ഏർപ്പാട് ചെയ്തുകൊള്ളുക എന്ന് ഈ കവിവചനം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമുക്ക് ഉന്നതമായ സംസ്കാരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മ ബിതഗൈനൽ ഇസ്സ ബിഗൈരി മാ അഅസ്സനല്ലാഹു അദല്ലനല്ലാഹ്. നമ്മൾ ഉന്നതമായ സംസ്കാര മൂല്യങ്ങളുള്ള ഒരു ജനവിഭാഗമാണ്, സമൂഹമാണ്.